said you moved out west. You tell me stories underneath sunsets. Could it be more than just one night? Kissing the cab ride, head turning left, right. Get a ticket for two to wherever you choose. Drinking some red out of the blue. You say my name with your accent, makes me remember how much I missed you. Hope you're planning to stay for a million days. You'll be my summer in December. Hey boy, trust my intuitions always. I'm not superstitious, I got lucky. Stole your heart and it was mine for the taking. I'm bad at pretending, you know I'll be true. Sunday mornings and midnight lights, turning to songs that you watched me write. Stole your sweater on that night, you took a picture, keep by my bedside. So you're mine when you're gone, baby, please don't be long. I got my ticket to the west side. You say my name with your accent, makes me remember how much I missed you. Hope you're planning to stay for a million days. You'll be my summer in December. Hey boy, trust my intuitions always. I'm not superstitious, I got lucky. Stole your heart and it was mine for the taking. It was mine for the taking. It was mine for a million days, in a million ways. Stole your heart and I got lucky. Stole your heart and it was mine in a million ways, for a million days. സർവനന്മകൾക്കായി ഞാനെന്നും ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നീ കൊണ്ടെന്റെ ഉള്ളം നമ്മെ നിറയുന്നേ സന്നാമോടെ സ്തുതി.
തലമുറയായ ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ അഭ്യമായ ജീവിതത്തിലേക്ക് ഇവിടെ കർത്താവേ ഈ രാവിലെ സമയത്തിനായി ഞങ്ങളുടെ ബിരുദത്തോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിവാഹത്തിനായിരിക്കുന്ന പൈതലിനെ കരങ്ങൾ സ്വാധീനിക്കുന്നു. ദൈവമായ കർത്താവയുടെ പൈതൽ പ്രായം മുതൽ ഇതുവരെയും നിന്റെ കൃപയിലവിടെ സൂക്ഷിച്ചു. വിദ്യാഭ്യാസവും ജോലി കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇരുന്നു. അവിടുത്തെ സമയമായപ്പോൾ തക്കതായ തുണയെ ഇതിനാൾക്ക് വേണ്ടി ഒരുക്കിയില്ല. ദൈവമേ, ഇത് കുടുംബങ്ങളെ ഇതിനുണ്ടാവും സമർപ്പിക്കുന്നു. എല്ലാ ക്രമേണകളും ദൈവകൃപ ഞങ്ങൾ അനുഭവിക്കുന്നു. ദൈവമേ, അങ്ങാകുമ്പോൾ ഞങ്ങളുടെ ജീവൻ്റെ ഇടവൻ, അവിടെ നിന്നാകുന്നു ഞങ്ങളെ ലോകത്തിൽ സൃഷ്ടിച്ച ജീവശ്വാസം മുഴുവൻ. ഞങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും അറിയുന്നവൻ നീയാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധനകളെയും നീയാണ്. ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം നീയാകയാൽ നന്ദിയോട് സ്തോത്രം. പിതാവേ, നിന്റെ കുഞ്ഞുങ്ങളെ കുടുംബമായ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. വിവാഹത്തിൻ്റെ കൃതികളെല്ലാം ഇതുവരെയും വ്യാപനത്തിലൂടെയൊക്കെ സ്തോത്രം. ഒരു യാത്രയ്ക്കായിട്ടൊക്കെ ഒരു നീക്കൊണ്ടിരിക്കണമേ. ആപത്തും അനർത്ഥവും നിറഞ്ഞ ജീവിതയാത്രയിൽ തമ്പുരാൻ ഞങ്ങളെ സൂക്ഷിക്കുന്നത് വരുമായിരുന്നു. പ്രത്യേകിച്ച് COVID-19 മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വേണമല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഒത്തിരി സൂക്ഷിക്കുവാനും ഒത്തിരി ശ്രദ്ധിക്കുവാനൊക്കെ ആഹ്വാനം ലഭിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാക്കി ചെയ്യുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ നിലനിൽപ്പുള്ള പതിക്കൂടെ ഇരുന്നല്ലോ കർത്താവ് ഉദാശയെ നീ ആസ്വദിക്കണമേ. തുടർന്നുള്ള ക്രമീകരണങ്ങളെല്ലാം നീ അനുഗ്രഹിക്കണമേ. ധന്യമായ ജീവിതത്തിനായ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന പ്രിയ പൈതങ്ങൾക്ക് കോട്ടയായിരിക്കണം. ഞങ്ങളുടെ തലമുറകളുടെ നന്മയൊക്കെ കാണുവാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കണം. ഞങ്ങളുടെ ഗുരുകളൊക്കെ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, എല്ലാം നിന്നെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഹോദര കുടുംബങ്ങൾക്കായി വന്നുകൂടിയ പ്രിയപ്പെട്ടവർക്കായൊക്കെ സ്തോത്രം ചെയ്യുന്നു. സന്തോഷത്തോടെ കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയില്ല. എല്ലാം നിന്റെ ദാനമാണ് കർത്താവെ. നിന്നോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇതൊരു നന്നായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കണമേ. സർവസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം പ്രിയവായതിനോട് അവൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട മകനോട് ഇരു കുടുംബങ്ങളോട് ബാബുരാശിക്കുന്നോടുകൂട്ടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
whose birth the angels sing. Come adore on bended knee, Christ the Lord, the newborn King. The King in excelsis Deo. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം സംബന്ധിച്ചാൽ നിങ്ങളെല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടുകൂടെ ഈ വിവാഹത്തിലേക്ക് ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ സംബന്ധിക്കാം. ഈ മണവാളൻ്റെയും മണവാട്ടിയുടെയും ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കൂടി വന്നിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടും അച്ചടക്കത്തോടും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിനായി നിങ്ങളോട് താല്പര്യപ്പെടുന്നു. അപ്പോൾ ഗായക സംഘം പ്രാരംഭ ഗാനം പാടുന്നു. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് തുറന്നിരിക്കുന്ന പരമാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 എന്നതിനുള്ള സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുതൽ
സന്തോഷപൂർവ്വം തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണ ഐക്യമുണ്ടായിരിക്കുമാറാകണമേ. എല്ലാവരും പ്രാർത്ഥിച്ചോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തോത്രവും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾക്ക് തുടരായിത്തീരണമേ. ജാതികളുടെ മുദ്രയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തന്റെ രക്തത്താചാരമാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കുകയും താൻ അതിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും മ്ലേച്ഛാദികളുടെ അടിമയിൽ നിന്ന് അതിനെ വീണ്ടെടുക്കുകയും സകല കടകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മലവാളനായിരിക്കുന്ന വശികാതമ്പുരാന് തന്റെ അടിയാരുടെ മോദനം വാഴുന്ന ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതി ബഹുമാനം വന്ദനവും യോഗ്യമായിരിക്കുന്നു. പ്പെട്ടിരിക്കുന്നവരും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവരും സകല തിന്മകളിൽ നിന്നും അവതരിക്കുന്നവരും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ,
നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി വെടിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മോറോൻ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസനായി ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവ്വയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്തവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അവന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും പരിപാലിക്കുന്ന ലോകത്തിന് വഴിയില്ലാതുള്ളവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രകാരവരെ നീ അലങ്കരിക്കണമേ. ഇവരെമാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിക്കുന്ന ഇടവായതിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വരെ നീ അടുപ്പിക്കണമേ. താവേ, നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ ഇവർ നിന്നാൽ നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായെയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. മണവാളനും മണവാട്ടിയും തോൽമക്കാരും ഒഴികെ ബാക്കി ജനങ്ങൾക്ക് ഇരിക്കാവുന്നത്. തന്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും വിശുദ്ധരൂഹായ്ക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാക്കുവാനായിട്ട് പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെ തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. കർത്താവായ ശിക്ഷയുടെ വലകൈകാരന്റെ നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയലക്ഷ്യമായി മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴ്വും തന്നെ നീ പ്രാപിക്കുമാറാകാം. നന്മകളും വായ്പകളും നിറഞ്ഞിരിക്കുന്ന ഈ വലകൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധാശ്രയന്മാരുടെ കയ്യിൽ നിന്ന പോലെ ബഹുമാനമുള്ള പ്രക്കാരുടെ കയ്യിൽ നിന്ന് വാദിച്ചതിന്റെ ലക്ഷ്യമായി മോഹത്തെ സ്വീകരിക്കുക. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും ധനിക്കുന്ന പിതാവിനും തന്റെ പരിശുദ്ധർക്കും സ്തുതിസ്തോത്രം കരേറ്റുകയും ചെയ്യണം. തന്റെ വശീകരണം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവേ, അന്യോന്യം വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ള നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോട് കൂടെ സ്വർഗീയ വാഴ്വ് ഇവർക്ക് നൽകട്ടെ. അടക്കമൊതുക്കം കൊണ്ട് ഇവരെ ഞാൻ അലങ്കരിക്കട്ടെ. ഇസാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയം പലാപനങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷപ്പെട്ട മണവാളിനെ താൻ സന്തോഷിപ്പിക്കുകയും പഴക്കവും നാശവും വരാത്ത ആഗ്രഹിക്കുന്ന കലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ സൂസന പുഷ്പങ്ങളാൽ വിശേഷവാസം നൽകുന്ന പരിപാലനയും കൂടെ ഇവരുടെ മനസ്സാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവം ഇവരെ രക്ഷിക്കുമാറാകട്ടെ. വിവാഹത്തിന്റെ ദുർബലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ താൻ പിടിവിക്കട്ടെ. കർത്താവിന്റെ അടുത്ത് നിന്ന് നന്ദിയുള്ള കാലങ്ങളും ആണ്ടുകളും അവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതരവൻ പാല് നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന നിന്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴ്വ്
സന്തോഷമുള്ള കാലങ്ങളെ അവർക്ക് നൽകുമാറാകണമേ. സൽപ്രവർത്തികളാൽ സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തുകയും അതിൽ ഇവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിനൊരുങ്ങി വന്നിട്ടുള്ളവരുടെ മേൽ നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്വീപയാലും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവ് പുത്രനും വിശുദ്ധനുമായ ദൈവമേ, ഞങ്ങൾ എല്ലാവരുടെയും മേൽ നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ, അതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. രാജസുതൻ എനിക്കായി നൽകി, സർവ്വം എനിക്കായി നൽകിയിടുന്നു. കഷ്ടം വഞ്ചനാം ദുഷ്ടനോ രക്ഷകനാം ഈശോയേ സ്തോത്രം. ആയുധമെന്നെ ചാർത്തിയിട്ടാൽ മാംസം രക്തം മോതിരമായി. മണവാട്ടി പകലോട് തുല്യം പരിമള വൃക്ഷത്തോടങ്ങനെ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 30 ഒന്ന് 60 ഒന്ന് 100 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്നേഹ രാപ്പകൽ നിങ്ങളോട് കൂടിയിരുന്ന് തിന്മപ്പെട്ടവരിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിവാഹ ശുശ്രൂഷയുടെ ഒന്നാം ഭാഗമായ മോതിരം വാഴ്വിൻ്റെ വിവാഹത്തിന്റെ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാവുന്നു. രണ്ടാം ഭാഗം കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട ചിന്തോയും ചെന്നൈയും വിശുദ്ധ കുരിശിൻ്റെ അടയാളം വരച്ചിട്ടുള്ള കിരീടം വാഴ്ത്തി അവിടെ കുടുംബത്തിൻ്റെ രാജാവും രാജ്ഞിയുമായി അഭിഷേകം ചെയ്യുക. ദൈവകേന്ദ്രീകൃതമായ കുടുംബജീവിതം നയിക്കുവാൻ അവരെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷയെ പങ്കുചേരാൻ അവരുടെ എല്ലാവിധമായ നന്മയും അനുഗ്രഹവും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ഗായക സംഘം അടുത്ത പാട്ട് പാടുന്നതാണ്. Oh
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമായ കർത്താവേ, മാഞ്ഞുപോകാത്ത കല്യാണവിരുന്നിനും അഴിഞ്ഞുപോകാത്ത മനോരയ്ക്കും ഞങ്ങളെ യോഗ്യതരാക്കണമേ. ആ കല്യാണവിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ നിന്റെ നിത്യസന്തോഷങ്ങൾക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെയും അവരുടെ ഇടയിലും നിനക്കും നിന്റെ എല്ലാവരും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം കരയറ്റുകയും ചെയ്യുമാറാകണമേ. പൂർവപിതാക്കളെയും മാതാക്കളെയും അനുഗ്രഹിച്ച് വാഴ്ത്തതായ ദൈവം പ്രിയപ്പെട്ട ജിൻഡോയെയും പ്രിയ ജമി അനുഗ്രഹിച്ച് വാഴ്ത്തും എന്ന പട്ടക്കാരൻ ആശീർവദിക്കുമ്പോൾ തങ്ങളെ തന്നെ വണങ്ങി കുരിശ് വരച്ച് സ്വീകരിക്കും. പൂർവവിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമനാഥൻ കൃപയാലിവരെ വാഴ്ത്തേ ദേവാ. കൃപ ചെയ്യണമേ ആദം ഹവ്വ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമനാഥൻ കൃപയാലിവരെ വാഴ്ത്തേ ദേവാ. കൃപ ചെയ്യണമേ അബ്രാസാര എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമനാഥൻ കൃപയാലിവരെ വാഴ്ത്തേ ദേവാ. കൃപ ചെയ്യണമേ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമനാഥൻ കൃപയാലിവരെ വാഴ്ത്തേ ദേവാ. കൃപ ചെയ്യണമേ നീ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമനാഥൻ കൃപയാലിവരെ വാഴ്ത്തേ ദേവാ. കൃപ ചെയ്യണമേ യോസേപ്പിനെ വാഴ്ത്തിയ സർവേശൻ ബഹുലമനാഥൻ കൃപയാലിവരെ വാഴ്ത്തേ ദേവാ. കൃപ ചെയ്യണമേ നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവികങ്ങളുടെ നിങ്ങളുടെ നിറയ്ക്കണമേ. ശുഭമായ ദൈവമേ, സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. കർത്തനെ രാജൻ നിൻ ബലത്തിൽ സന്തോഷിക്കും. ഹാലേലൂയ, ഹാലേലൂയ. തവ രക്ഷയിൽ അവനേറ്റം മോദിക്കും. നന്മയും അനുഗ്രഹവും
എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായ പ്രകാരമായിരിക്കുന്നവനുമായ സ്വയംഭൂവും തന്റെ മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്ന് തനിക്ക് വന്ദനമണച്ചുകൊണ്ടിരിക്കുന്ന ആദ്യമില്ലാത്ത വചനവും ധാരാളമായ തന്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തന്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മാത്തുവാനും മഹോന്നതന മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നതുമായ തന്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതി. തന്റെ അടിയാരുടെ കിരീടവാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്ത് നമ്മുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതിയും ബഹുമാനവും വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു. ഹോശോ സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വിറയലോടും കൂടെ തന്നെ മോത്തീകരിക്കുകയും അത്യുന്നതങ്ങളിൽ അഗ്നിമന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയിൽ ഭ്രമിച്ച് ഇളവുകയും അവർണനീയമായ തന്റെ കരുണയുടെയും അപരിമയമായ തന്റെ ദയയുടെയും ധാരാളതയാകണിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമേലുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിൻ കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്തു വന്ന് നിന്റെ കരുണയുടെ നിഴലിൻ കീഴിലും നിന്റെ ദയയുടെ നിറകിൻ കീഴിലും അവയെ പ്രാപിച്ചിരിക്കുന്നതുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളുടെ മൊത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോട് രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടി ഓടുവാനും ആത്മീയ നഴ്വരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായം ഉണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരും വന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധയുടെ പാർശ്വത്തേക്ക് എടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താന്റെ ഇടയിൽ നിന്നും ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരൻ നിന്നോടുള്ള ഭയഭക്തിയുടെ തീഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതരാക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനും നീ ആകിയാൽ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. ജാതിൻ പുത്രി സുന്ദരി ബഹുസുന്ദരി അതരം പൊഴിക്കുന്നു സുന്ദരി സഭേ നിന്നിൽ മാലിന്യം ഇല്ലേതുമേ ഭാഗ്യവാനായ പൗലോസ് ലേഖനം 5
5-ാം അധ്യായത്തിൽ നിന്ന് എന്റെ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. മശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിക്കും. സ്ത്രീകളെ, നമ്മുടെ കർത്താവിന് എന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവും ആകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മശിഹായും തന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെളുപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായി യാതൊന്നും ഇല്ലാത്ത വിശുദ്ധിയും നിഷ്കളങ്കമായും തനിക്ക് തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കാൻ പുരുഷന്മാർക്ക് ന്യായവുമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹാ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. കന്യകയായ മറിയാമിൻ ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായി യേശുമിശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. ഈശോ തമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാന്യക്കരെ യഹൂദിയയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി. വളരെ പുരുഷാരം തന്റെ പിന്നാലെ ചെന്നു അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തർ തന്റെ ഭാര്യ ഉപേക്ഷിക്കുവാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെ തന്റെ മാതാവിനെ വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്ന് അരുളി ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഈ കിരീടങ്ങളും ഇവ വഹിക്കപ്പെടുന്ന തലകളും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. മണവാളൻ
നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സർവശക്തിക്ക് നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായി സ്തുതികരേറ്റുകൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ് പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ് പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മശിഹാ സത്യത്തിന്റെ മണവാഴ്മ കൊണ്ട് നിങ്ങളുടെ മണവാഴ്മയെ മുദ്രയിടട്ടെ. മശിഹാ തന്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കി നിങ്ങളുടെ മേൽ വന്നാവസിച്ച് സകല ഉപദ്രവത്തിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാഖ നിങ്ങളോട് കൂടെ ഇരുന്ന് അകൽഗരുസായുടെ വചനയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുമാറാകട്ടെ. കൊല്ലുന്നതായ സൂയിൽ ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിക്കാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നോഹയെയും അവന്റെ മക്കളെയും അനുഗ്രഹിച്ച അനുഗ്രഹം നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകൾ നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവന്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വ് നിങ്ങളുടെ മേൽ വസിക്കുമാറാകട്ടെ.
ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ഇന്ന് ബഹുമാനമുള്ള വണ്ടക്കാരന്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളിൽ മേലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കാൻ സകല ജനതകളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീകളെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടകളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലത് ഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. ബെസ്രയേലിൽ നിന്നും പുറപ്പെടുവിച്ച ആ മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിലിറങ്ങി അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവ്വസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെ നാമന് നാം സ്തുതികരേറ്റുകയും ചെയ്യണം, അതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എന്റെ വാത്സല്യമുള്ള സഹോദരനെ, നാം എല്ലാവരും ദൈവത്തിന്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ പരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവത്തിന് മുൻപാകെ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെ, സ്ലീബായുടെ മുൻപാകെ, വിശുദ്ധ ഏവങ്കേലിയോന്റെ മുൻപാകെ, ഈ യോഗത്തിന് മുൻപാകെ, ഹൃദയ വിചാരങ്ങളെ അറിയാത്തവന് മുൻപാകെയല്ല അറിയുന്നവന്റെ മുൻപാകെ എത്രയും നിൽക്കുന്നതെന്ന് കരുതിക്കൊള്ളുവിൻ. ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ.
നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളന്മേലും മണവാട്ടിമേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും താമസിച്ച് വ്യാപരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവേ യേശു മിശിഹായുടെ വലക്കൈയിലായപ്പോൾ നിങ്ങളുടെ മേൽ പാർക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിലിരിക്കാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചുകൊള്ളേണ്ടതിനുള്ള ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടുമാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുകയും. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവനെയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിനും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യാഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം വലിയ ചുമതലയും ഒരു വലിയ തുറന്നയും തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ആയിരിക്കണം. ദരിദ്രരെയും പരദേശികളുടെയും ബുദ്ധിമുട്ടിൽ കഴിയുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരും ആയിരിക്കണം. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവ് ഇവർ നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹവിചാരം എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി ഉപയോഗിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിച്ച് ശക്തീകരിക്കുന്നതാകട്ടെ. ആശീർവാദത്തിനായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കുമാറാകട്ടെ. പിതാവ്, പുത്രൻ, വിശുദ്ധമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. മണവാളനും മണവാട്ടിയും സ്തോത്രകാഴ്ച സമർപ്പിച്ച് രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതാണ്. ഇരുഭാഗത്തുനിന്നും ഓരോ സാക്ഷികളോടെ മുൻപോട്ട് വന്നത്. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. കരുണയായി കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾ നോവിലും ഇടരുമെൻ വഴിയിലും നാഥാ നിന്നെ ഞാൻ കണ്ടു. യേശുനാഥാ നിന്നെ കണ്ടു. വിരിയുമീ
ദീപമായി നീ നിറഞ്ഞു, എന്നാത്മാവിൻ നാളമായി നീ തെളിഞ്ഞു. ഈ നാദത്തിലും അതിൻ രൂപത്തിലും മഴവില്ലിലും തിങ്കളിൻ ചന്തത്തിലും ഈശ്വരം ഏഴിലും യേശുനാഥ നിന്നെ കണ്ടു. മണവാട്ടിയോടൊപ്പം വന്നിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകമായി സ്റ്റേജിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. do you do that with your eyes? You know it gets me every time. I swear I wish I could read your mind, 'cause I ask the same question every night. So just breathe. Breathe in, breathe deep, you know that's all you need. I can't describe your eyes, but they're as blue as the sea. Your heart
it beats in perfect time with me. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. What would I do without your eyes? The way they look at me and mine. And when your smile creates that dimple, I tend to be used as your pillow. So just breathe. Breathe in, release, you know that's all you need. I can't describe your eyes, but when they're looking at me, my heart, it beats and I can't seem to dream. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. Baby, you know that I want mine. We get no rest till the sunrise, until you make me fall in love again as light shows your face. I can never be the same. I plan to love you all my life, until you meet your chariot. तेरे नीले नीले नैनों से शबनम पी लूं, तेरे गीले गीले होठों की सरगम पी लूं। है पीने का मौसम, तेरे संग इश्क तारी है, तेरे संग एक खुमारी है, तेरे संग चल भी मुझको, तेरे संग बेकरारी है। तेरे बिन जी नहीं लगता, तेरे बिन जी नहीं सकता, तुझ पे है हारे मैंने वारे दो जहां। कुर्बान मेहरबान कि मैं तो कुर्बान, सुन ले सदा। होश में रहूं क्यों आज मैं, तू मेरी बाहों में सिमटी है, मुझ में समाई है यूं।
बुलावे तुझे यारे अज मेरी गलियां, बसाऊं तेरे संग मैं अलग दुनिया। बुलावे तुझे यारे अज मेरी गलियां, बसाऊं तेरे संग मैं अलग दुनिया। ना आए कभी दोनों में जरा भी फासले, बस एक तू हो एक मैं हूँ और कोई ना। है मेरा सब कुछ तेरा तू समझ ले, तू चाहे मेरे हक की जमीन रख ले। तू सांसों पे भी नाम तेरा लिख दे, मैं जीऊं जब जब तेरा दिल धड़के। कुछ भी नहीं असर अब करता, मेरी राह तुझी से मेरी चाहत तुझी से, मुझे बस यही रह जाना। लगी है तेरी आदतें मुझे जब से, है तेरे बिन पल भी बरस लगते। बुलावे तुझे यार आज मेरी गलियां, बसाऊं तेरे संग मैं अलग दुनिया। जो होवे तू उदास मुझे देखे हंस दे, तू चाहे मेरे हक की जमीन रख ले। तू सांसों पे भी नाम तेरा लिख दे, मैं जीऊं जब जब तेरा दिल धड़के। August afternoon, I can picture you walking with your father at your side. In the summer heat, California speaks softly like she's making up her mind. I stand beside you, I say, baby, isn't it crazy that we are born only to die? Oh, but lately I've been counting my stars, 'cause I loving you.
I could read your thoughts. Now it's just the truth. Seems our hearts are fused, solid like the gold your sister brought. And how am I lucky enough to say, baby, isn't it crazy that we are born only to die? Oh, but lately I've been counting my stars, 'cause I will spend my whole life loving you, 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 loving you. And I say, baby, അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. പിതാവിനും പുത്രനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയാകുന്നു. ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഇന്നൊരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ വാഴ്ത്തപ്പെട്ട കർത്താവേ, നന്ദിയോട് 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 ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പകൽക്കാലം, ഹല്ലേലൂയ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ സന്തോഷിക്കുവാനും ദൈവനാമ മഹത്വത്തിനായി കർത്താവെ നിനക്ക് സ്തോത്രം കരയേറ്റുവാനും ഇടയാക്കിയ വൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ദീർഘ ദിവസങ്ങളായിട്ട് ആലോചിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്തതായ ഒരു സുപ്രധാന ദിവസം കർത്താവെ, സന്തോഷകരമായ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ മകളും ഞങ്ങളുടെ മകനും ഹല്ലേലൂയ കർത്താവെ നിന്റെ തിരുനാമത്തിൽ ഒന്നായിരിക്കുന്നതായി ഈ പകൽക്കാലം, ഹല്ലേലൂയ കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരേ മനസ്സോടുകൂടി അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ കർത്താവെ, അവർ ഇന്ന് ആരംഭിച്ചിരിക്കുന്ന വിശുദ്ധ ജീവിതത്തിൽ എല്ലാ സ്വർഗീയ സന്തോഷവും സമാധാനം ആശ്വാസം കണ്ടെത്തി അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ തക്കോണം ദൈവം തമ്പുരാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകരുടെ പ്രാർത്ഥന നിന്റെ മക്കൾക്ക് ധൈര്യം ബലവും കോട്ടയമായിരിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് തലമുണക്കിരിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന ശ്രദ്ധ വെച്ചുകൾ ദൈവമായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ വാത്സല്യ കുടുംബത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളുകളിലൊക്കെയും ദൈവകൃപയിൽ നിന്റെ മകളെ നിറച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ജിനോയ്ക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ മക്കളെയും കർത്താവ് കഴിഞ്ഞ നാളുകളിലൊക്കെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. കർത്താവെ, സഹോദര കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, പ്രായാധിക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവിടെ തലമുണക്കിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നു. അപ്പാ,
ഇന്ന് ഞങ്ങളുടെ ആരാധനയിൽ, ഞങ്ങളുടെ വിരുന്ന സൽക്കാരത്തിലും ഒക്കെ ദൈവത്തിന്റെ വലിയ കൃപ ഞങ്ങൾ അനുഭവിച്ചുവല്ലോ. കർത്താവേ, ഞങ്ങളിപ്പോൾ പല വഴിക്കായി യാത്ര തിരിക്കുമ്പോൾ യാത്രയിലൊക്കെ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ മക്കൾ ആരംഭിച്ചിരിക്കുന്ന ജീവിതത്തിൽ ഞങ്ങൾ വീണ്ടും ഏൽപ്പിക്കുന്നു. കർത്താവ് വേർതിരിച്ചിരിക്കുന്ന നന്ദിയുടെ സ്തോത്രം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെ നാമത്തിൽ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ സ്വർഗം തമ്പുരാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ മാനിക്കുമാറാകണമേ. യേശുവിന്റെ തന്നെ നാമത്തിൽ തന്നെ. പ്രിയ ദൈവം തമ്പുരാൻ സകല നന്മകളാൽ നമ്മെ ഓരോരുത്തരെയും നിറച്ച് ആശീർവദിക്കട്ടെ. കുടുംബ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന ആ പ്രിയപ്പെട്ട ജിമ്മിയോടും പ്രിയപ്പെട്ട ചിന്തോടും അവരുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളോടും ഇപ്പോഴും എല്ലായ്പ്പോഴും കൂടെ എന്ന് വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. സ്തോത്രം. ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയെ പതിവായതിലെന്നും തേൻ തുള്ളികൾ തുളുമ്പുന്നു താഴെ നീർത്തുള്ളി പോ നുകർന്നിടുവാനാ പറന്നെത്തി ഞാൻ. അലരേ